ആതിരയുടെ കൊലപാതകം. ആതിരയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ കുറച്ച് വിഷയങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴാണ് മനസ്സിലായി, ഞാൻ ഇതുവരെ വിചാരിച്ചത് ആതിര സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു എന്നാണ്. ആതിരയല്ല, പോറ്റിയാണ് ആത്മഹത്യാ നാടകം കാണിച്ചത്. ഇനിയും ആ കുട്ടിയെ പോറ്റിക്കൊപ്പം വെച്ചേക്കുന്നത് ശരിയായൊരു നടപടിയല്ല. കാരണം ആതിര മറ്റൊരു ബന്ധം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അതും കുഞ്ഞിനെയും കൊന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് ആതിരയെ പേടിപ്പിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസുകാരുടെ ഭാഷ്യം. പിന്നെ രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്, പിടിവലികൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയണേ, സമ്മതമില്ലാതെയാണ് ആ ഒരു പൂജാകർമ്മം നടത്തിയതെന്ന് പറയുന്നുണ്ട്. പൂജയ്ക്ക് ശേഷമാണ് കുത്തിയിട്ടുള്ളത്. അതും ഒരു വിശ്വാസയോഗ്യത ഇല്ലാത്തതുപോലെ തോന്നും. എനിക്ക് തോന്നുന്നത് ജോൺസൺ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പൂജ നടത്തിയിട്ട് കുത്തിയത്. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ അവളെ പോയി കത്തിൽ കുത്തിയിട്ട് വരികയാണെങ്കിൽ എന്ത് പറയും പൊതുസമൂഹം? അവള് സമ്മതമല്ലായിരുന്നു, അവൾക്ക് ഭർത്താവെന്നാൽ പ്രാണനായിരുന്നു, പക്ഷേ അവൻ നിർബന്ധപൂർവ്വം വന്ന് കൂടെ താമസിക്കണമെന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കഴുത്ത് കുത്തി പറിച്ച് ദൂരെ കളഞ്ഞു. അതൊന്നുമല്ല സംഭവിച്ചിട്ടുണ്ടാവുക ഇത്രയേ ഉള്ളൂ. അവൾക്ക് അവൻ്റെ ഒപ്പം ജീവിക്കാൻ യാതൊരു താല്പര്യവുമില്ല. കാരണം പോറ്റിയുടെ വൈഫ് എന്നുള്ള ആ പ്രിവിലേജ് അത് വളരെ യൂസ്ഫുൾ സംഗതിയാണ്. സാധാരണ അങ്ങനെയാണ്. ഈ അമ്പലവാസികളായിരുന്നാലും ചർച്ചിലുള്ള ഫാദേഴ്സ് ആയിരുന്നാലും ഇസ്ലാമിലെ ഉസ്താക്കന്മാരായിരുന്നാലും അവരുടെയൊക്കെ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അവർക്കൊക്കെ ഭയങ്കര റെസ്പെക്റ്റാണ്. ആ റെസ്പെക്റ്റിൽ ജീവിക്കാൻ പറ്റിയിരിക്കുകയാണ് ആതിരയ്ക്ക്. മാത്രമല്ല, ആ നാട്ടുകാർക്ക് ആർക്കും തന്നെ പോറ്റിയെ പറ്റിയോ പോറ്റിയുടെ വൈഫിനെ പറ്റിയോ ഒരു മോശം അഭിപ്രായമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവരൊക്കെ വളരെ മര്യാദപൂർവ്വമായിട്ടാണ് അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, അവരോട് ഇടപഴകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ആൻസർ കിട്ടുന്നത്. എന്ത് തന്നെ ആയാലും ആ പെൺകുട്ടിക്ക് ആ വിവാഹബന്ധം പറിച്ചെറിഞ്ഞിട്ട് പോകണമെന്നില്ല. പക്ഷെ അവൻ സീരിയസ് ആയിരുന്നു. അവൻ്റെ ആദ്യത്തെ വിവാഹബന്ധം വേർപെടുകയും പ്രശ്നമാക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അവനിക്ക് ആതിരയുമായിട്ട് മുൻപോട്ട് പോകണം എന്ന് തന്നെയായിരുന്നിരിക്കാം ആഗ്രഹം. അതുകൊണ്ടാണ് അയാൾ വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആതിരയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇവൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇനി പോകാനായിട്ട് അവളൊന്ന് സന്തോഷമായിട്ട് ആലോചിച്ച സമയത്ത് അച്ഛൻ കയറി തല്ലി. അത് മാത്രമല്ല, അവളുടെ ഹസ്ബൻഡ് കൊച്ചിനെയും കൊന്ന് മരിച്ചു കളയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ടുള്ളത് പോറ്റിയാണ്. ഇതിലെ യഥാർത്ഥ കുറ്റവാളി പോറ്റിയാണ്. കാരണം പോറ്റിയുടെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ആ പെണ്ണിന് അങ്ങനെയൊക്കെ പല തോന്നലുകളും വന്നത്. ഇപ്പം നമുക്ക് ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ പയ്യെ സ്കൂട്ടാവുന്നതല്ലേ നല്ലത്. വ്യക്തിത്വമുള്ളവർ അങ്ങനെ ചെയ്യുക, അല്ലാണ്ട് അതിൽ തന്നെ തൂങ്ങി പിടിച്ച് കിടക്കുമോ? ഇപ്പോൾ ഉറപ്പിച്ച് പറയാം, പോറ്റി ചെയ്ത ആ ഒരു പിശകിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആ കുട്ടിക്ക് അമ്മയില്ലാണ്ടായി. അത്രയേ ഉള്ളൂ. ഇവർ തമ്മിലുള്ള പാളീച്ചകൾ തന്നെയാണ് ആ പെൺകുട്ടിയെ മറ്റൊരു ജീവിതത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇതൊന്നും നടക്കുന്ന കേസല്ല. ഒന്നാമത്തെ കാര്യം, അയാളെ വേണ്ട എന്ന് വെച്ചിട്ട് വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് പോയി നിൽക്കാൻ സ്ഥലമില്ല. കാരണം അച്ഛൻ ജോൺസനെ ഇടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെ സമ്മതമല്ല. ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മൂല കാരണം എന്തെന്ന് അന്വേഷിക്കുന്നതിന് പകരം കമ്പൽസറി ആയിട്ട് ആ ലൈഫിലേക്ക് അവരെ തള്ളിവിടുന്നത് കൊണ്ടുണ്ടാകുന്ന പാളീച്ചകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മരണം പോറ്റിയല്ല കൊന്നത്, പക്ഷെ പോറ്റിയുടെ കൈകൊണ്ട്, ഒന്നുകിൽ പോറ്റിയുടെ കൈയുണ്ട് അല്ലെങ്കിൽ ജോൺസന്റെ കൈയുണ്ട്. മകൾ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ തന്തയ്ക്ക് അത്ര ബുദ്ധിയേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ അവൾ കടിച്ചു പിടിച്ച് കിടക്കുന്നതിന് നല്ലത് എവിടെയെങ്കിലും പോയി ജീവിക്കുന്നതല്ലേ, പോട്ടെന്ന് വയ്ക്കണമായിരുന്നു. ഇവനാണ് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇവൻ കൊണ്ടുപോയാലും തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിൽ ആ വിഷം ഉണ്ടാകും. കാരണം ഭർത്താവും അത്രയും അത്യാവശ്യം സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് എടുത്തു ചാടി വന്ന ഇവളെ അവന് സംശയത്തോടു കൂടി മാത്രമേ നോക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് അവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. എന്നാലും പറയുകയാണ്, വഴികൾ ഒരുപാടുണ്ടായിരുന്നു. ഇയാളെ പറ്റിച്ചു എന്നുള്ള തിരിച്ചറിവാണ് ഇവനെ കൊണ്ട് കത്തി എടുപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. കത്തി വാങ്ങി പ്ലാൻ ചെയ്ത് പുള്ളിക്കാരൻ അവിടെ എത്തുന്നു. അപ്പോൾ പെർമിഷൻ ഉണ്ട് അത് പൂജയ്ക്ക്. അപ്പോൾ പൂജ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കില്ല അയാൾ വന്നിട്ടുണ്ടാവുക. പക്ഷെ അത് ചെയ്ത ശേഷം കഴുത്ത് കെട്ടാക്കിയിട്ടുള്ളത് അയാളുടെ ഭാഗത്തെ ന്യായം വെളിപ്പെടുത്താനാണ്. അതങ്ങനെ ചെയ്യാതെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പറയും അയാൾ ഒരുപാട് ഇഷ്ടം കാണിച്ചിട്ടുണ്ടാവും, ഈ പെണ്ണ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. അങ്ങനെയല്ല എന്ന് കാണിക്കാനായിരിക്കും അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ കൊണ്ട് കുത്തി കൊന്നിട്ടുണ്ടാവുക. എല്ലാ ബന്ധങ്ങളിലും നമുക്ക് അവിഹിതം എന്ന് തോന്നുന്നത് അവർക്ക് ഹിതമായിരിക്കാം. ഇത് അവിഹിതം എന്നതിനപ്പുറം ഒരുതരം മറ്റൊരു വ്യഭിചാരമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുക, ഭർത്താവ് തൊട്ടടുത്തുള്ളപ്പോൾ
എന്തടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാലും മറ്റൊരാളെ വീട്ടിനകത്ത് കയറ്റിയിട്ട് ഈ പരിപാടി ചെയ്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് അർഹിക്കുന്ന മരണം തന്നെയാണ് അവൾ വാങ്ങിച്ചെടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു സൈഡിൽ അയാളുടെ ഭാഗത്തുള്ള ന്യായം അയാൾ വെളിപ്പെടുത്തി. അയാൾ കൂടുതൽ കുറ്റപത്രമോ അല്ലെങ്കിൽ എന്താ ഒരു മൊഴിയോ ഒന്നും കൊടുക്കണ്ട, അല്ലാതെ തന്നെ ആളുകൾക്ക് ബോധമാകുന്ന രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അവൾ എനിക്ക് വേണ്ടി അത്യാവശ്യം പൂജയ്ക്ക് തയ്യാറാണ്, ഞാൻ പൂജ ചെയ്യാറുണ്ട്. പക്ഷേ എന്നെ വെറും ഒരു പൂജക്കാരൻ, ഒരു പോറ്റിയായിട്ട് അങ്ങ് നീക്കി നിർത്താൻ അവൾ ശ്രമിച്ചു. ആ ശ്രമത്തിന് ഞാൻ തടയിട്ടു. ഇതായിരിക്കാം അയാളുടെ ഭാഗത്തുള്ള ന്യായമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും പോറ്റിയായിരുന്നു കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. തൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. മേ ബി ഷീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, എന്തെങ്കിലുമൊക്കെ കാണും. ഇപ്പോൾ ഇവന് ബൈക്ക് വാങ്ങി കൊടുത്തു എന്നും പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഇവൾ കൊടുത്തു എന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അവളുടെയും കൂടെ ബെനിഫിറ്റിന് വേണ്ടി തന്നെയല്ലേ. പല പെൺകുട്ടികൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് തന്നെ ഇതുപോലെ ഭർത്താവ് നെഗ്ലക്റ്റ് ചെയ്യുകയോ മോശം പറയുകയോ ഒക്കെ ചെയ്ത ഉടനെ മറ്റൊരാളെ ചൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾ സ്കിപ്പ് ആവുക ആ റിലേഷൻഷിപ്പിൽ നിന്ന്. ഓൺസ് നിങ്ങളത് വേണ്ട എന്ന് വെക്കുമ്പോൾ തന്നെ പുള്ളി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ വരും. ഇല്ല വെച്ചാൽ ജീവിതകാലം മുഴുക്ക ഈ ഒരു വൃത്തികേട് തന്നെ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനകത്ത് ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലാകുമ്പോൾ നമ്മൾ പല വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവിടെ വളർന്ന ചുറ്റുപാടി വളർന്ന നമുക്ക് പെട്ടെന്ന് ഒരിടത്തേക്ക് വരുന്നു, ഒരാളെ നമ്മുടെ കൂടെ പാർട്ട്ണറായി വരുന്നു. അതിനകത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വരാം. അത് നമ്മൾ സോൾവ് ചെയ്ത് സ്നേഹം കൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റും. അത് പറ്റത്തില്ല എന്നൊരു അടിമത്ത ഉടമത്ത സമ്പ്രദായമാണെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ബെറ്റർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. പരസ്പരം സംസാരിക്കുക, കുടുംബ ബന്ധങ്ങളിൽ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒക്കെ വേണം. രഹസ്യമാക്കി വെച്ചതിൻ്റെ ഒരു ഗുരുതര ഫലമാണ് ഇപ്പോൾ ഈ കണ്ടത്. ഇതിപ്പം രഹസ്യമാക്കി വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നം വഷളാണ്. ഒന്നുകിൽ പോറ്റി അല്ലെങ്കിൽ അവൻ, രണ്ടുപേരിൽ ഒരാൾ എന്തായാലും അതിലെ തീർക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അതൊരു പാഠമായിരിക്കണം. അതിൽ നമുക്ക് ഈ കൊലപാതകം ചെയ്യുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവത്തില്ല. അതൊരു മനോഘടനയാണ്. ചതിക്കപ്പെട്ടു എന്നൊരു തിരിച്ചറിവുണ്ട്. ആണുമതെ പെണ്ണുമതെ വല്ലാതെ രീതിയിൽ അത് വയലൻ്റ് ആകും. ഇച്ചിരി കൂടെ മാനസികാസ്വസ്ഥ ഉണ്ടെങ്കിൽ പറയാനും പാടില്ല. അപ്പോൾ ഒന്നേ മാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ പരസ്പര സഹകരണത്തോടു കൂടിയും പൂർണ്ണമായ സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്ന ഒരുപാട് ചെറിയ രീതിയിലുള്ള ബന്ധങ്ങളിൽ ഒത്തിരി പേര് ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ജീവിച്ചു പോകുന്നവരുണ്ട്. ഒരു വിവാഹ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമുള്ളത് അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കലുകൾ. ഇയാൾക്ക് ഇതാണ് പ്രശ്നം, ഇങ്ങനെയാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊരാൾ ആ സ്പേസിലേക്ക് ചിന്തിക്കുക പോലുമില്ല. എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മളുടെ സ്പേസിലേക്ക് നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ മറ്റൊരാളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും നമ്മളുടെ സ്പേസിലേക്ക് മറ്റൊരാളെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഒരിക്കലും പിന്നെ തുടരാൻ നിൽക്കരുത്. അതെന്ത് വന്നാലും തുടരരുത്. അത് ഒരിക്കലും അത് കോംപ്രമൈസോ സോറിയോ ഒന്നും അക്സെപ്റ്റ് ചെയ്യരുത്. ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ആർജവം കാണിക്കണം. ഒരു കാരണവശാലും നമ്മളതിന് ഓക്കെ പറയരുത്. ആണുമതെ പെണ്ണുമതെ അതൊരു വലിയ തെറ്റാണ്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ പിന്നൊരു സെക്കൻഡ് ചോയ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പോറ്റിക്കുണ്ടായ ഈ നാണക്കേട്, ഈ ഒരു വൃത്തികേട്, അയാളൊരു ഷണ്ണനെന്ന് മാത്രമല്ല അയാളൊരു കഴിവ് കെട്ടവനെന്നുള്ളതിൻ്റെ തെളിവും കൂടെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് തെളിയുന്നത്. കാരണം അയാൾ അപ്പുറത്ത് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്കല്ലേ വരുന്നത്. അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം അയാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മൗനമായിരുന്ന അയാൾ അതിന് പെർമിഷൻ കൊടുത്തു എന്നല്ലേ എൻ്റെ അർത്ഥം. ഇവനൊക്കെ പൂജിക്കുന്നു, ഇവനെയൊക്കെ പൂജാരി എന്ന് മുന്നോട്ട് നടക്കുന്നു എന്നുള്ളത് എൻ്റെ കഷ്ടം തന്നെയാണ്. ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് വേറൊരു തള്ള വന്നിട്ട് അതിനകത്തൊരു പ്രസംഗം പ്രസംഗിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നില്ലെന്ന്. പൂജാരിയല്ലേ പോകുന്നത്, പെണ്ണങ്ങോട്ട് പോകുന്നില്ലല്ലോ. അല്ല ദൈവം കോപിച്ചു, ചിലപ്പം ദൈവം കോപിക്കുമായിരിക്കും. അല്ല ആ ദൈവത്തിന് ഈ പൂജാരിയുടെ അടുത്ത് ഒരു സിമ്പതി ഇല്ലയോ? ഒരു പൂജാരിയായി ഇത്രയും നാളായി ആ ദൈവത്തിനെ സേവ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ ഭാര്യ ഇങ്ങനെ പറ്റിക്കുന്ന കാര്യം എന്തുകൊണ്ട് പൂജാരിക്ക് മനസ്സിലാക്കി കൊടുത്തില്ല? അവളെ കളയണമെന്നോ അല്ലെങ്കിൽ അവളെ മാറ്റി നിർത്തണമെന്നോ എന്തുകൊണ്ട് ദൈവം പൂജാരിക്ക് പറഞ്ഞു കൊടുത്തില്ല? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഏതായാലും കഥയിലെ ട്വിസ്റ്റ് ഇതാണ്. അവൻ ശരിക്ക് നല്ല ബുദ്ധി ഉപയോഗിച്ചു. സാധാരണ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പറയും അവന് ഭ്രാന്ത, അവ കൊന്നു, അവൾ ഒതുങ്ങിയില്ലാന്ന്. പക്ഷെ അവളാണ് കള്ളി എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെ പൂജയ്ക്കിടയിൽ കൊന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സൂപ്പർ, നന്നായിട്ടേ ഉള്ളൂ. അങ്ങനെ തന്നെ ഒരു നല്ലൊരു മരണമാണ്. പക്ഷേ നഷ്ടം ആ മോന് മാത്രം. പാവക്കുട്ടി അതെന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. നീ കാലങ്ങളോളം ആ കുട്ടി ഈ ഒരു വൃത്തികേട് പേറണ്ടേ? ആ നാട്ടിൽ നിന്ന് തന്നെ ആരും അറിയാത്തിടത്തേക്ക് ആ കുട്ടീനെ കൊണ്ടുപോയി സ്വസ്ഥമായി ജീവിച്ചാൽ അതിന് സ്വസ്ഥതയുണ്ടാകും. അല്ലാച്ചാൽ ജീവിതകാലം മുഴുവൻ അതനുഭവിക്കാൻ പോകുന്ന നാണക്കേട് അസാധ്യമായിരിക്കും എന്നുള്ള. ആൺകുഞ്ഞും കൂടെയാണ്, ഒന്നും പറയാൻ പാടില്ല. അമ്മച്ചിക്ക് കഴപ്പായിരുന്നു. അതുകൊണ്ട് അമ്മച്ചിയെ
പൂജ ചെയ്യാൻ വന്നവൻ തന്നെ കഴുത്ത് വെട്ടി കൊന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ വരിക. നമ്മുടെ സമൂഹത്തിൽ ആർക്കും ദയോ സിമ്പതിയോ ഒന്നുമില്ല. ഇതിനപ്പുറം പറഞ്ഞില്ലെങ്കിൽ അതിശയപ്പെടാനുള്ളതുള്ളൂ. ഏതായാലും കഥ കഴിഞ്ഞു എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആതിരയുടെ വിഷയം ഞാൻ വീണ്ടും എടുക്കണമെന്ന് വെച്ചതല്ല, ബട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണം തോന്നി. അന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് പോലീസ് പറയണത്. അവൾ എതിർത്തിരുന്നു എന്ന്. പക്ഷെ അന്നത്തെ ഒരു റിപ്പോർട്ട് എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എതിർത്തിട്ടില്ല എന്നാണ്. അതിപ്പോൾ റേപ്പാക്കാനോ ആതിരയെ ഒന്ന് നല്ലതാക്കാനും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം, അതൊരു ഇസ്ലാമല്ല. ഇസ്ലാം അംഗമായിരുന്നെങ്കിൽ ശിവനെ എന്തായിരുന്നേനെ, മൊത്തത്തിൽ തൊലഞ്ഞേനായിരുന്നു. പിന്നെ ലവ് ജിഹാദ്, ലവ് കോഴിക്കോട്, ലവ് വല്യാപ്പ, ലവ് മലപ്പുറം, ലവ് പാകിസ്ഥാൻ തുടങ്ങി ഇത്യാദി കർമ്മങ്ങൾ കൊണ്ടുവന്ന് അതിനകത്ത് കുത്തി നിറച്ചു. പിന്നെ ലവൾ അവിടെ ഇടുന്നുണ്ട് വായത്തള, നിങ്ങളിത് കാണുക, ഈ പറയുന്ന മുറിയന്മാരാണ് ഈ രാജ്യത്തിൻ്റെ പ്രശ്നം. എങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ ഏതായാലും അതിനൊക്കെ ഒരു സമാധാനം ഉണ്ടായി. സുസ്ഥിയടാ, നീ ആയതുകൊണ്ട് കൊള്ളാം. അതെ, കാസക്കാർക്കും പ്രശ്നമില്ല കേട്ടോ, അവരും പറയത്തില്ല. ഇനി ലവ് ക്രിസംഗി എന്നോ ലവ് കുരിശേത്ര എന്നോ അല്ലെങ്കിൽ ലവ് മറ്റതൊന്നോ ഒന്നും പറയത്തില്ല. ഇസ്ലാമാണ് ചെയ്തതെങ്കിൽ മാത്രമാണ് ഒരു പ്രോബ്ലം. ഇനി അതേപോലെ തന്നെ പെണ്ണും ഇസ്ലാം ആകാതിരുന്നത് ഒരു സേഫ് കോഡാണ്. അല്ലെങ്കിൽ പറയുന്നത് മേത്തച്ചിയൊക്കെ എന്തുവാ ബിരിയാണിയും ചക്കയും അതും ഇതുമൊക്കെ തിന്നിട്ട് പെനത്ത് കൊഴുത്ത് കുത്തിക്കഴപ്പെടുത്ത് പെണ്ണുങ്ങളിങ്ങനെ നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇനി പെണ്ണുങ്ങളെ തലയിൽ കയറുന്നത്. ഇത് രണ്ടും ഇല്ലാതായത് ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദിയുണ്ട് സമൂഹമേ, നന്ദിയുണ്ട്. താങ്ക് യു.